അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ശ്രമിക്കുക. നിന്നെക്കൊണ്ട് പറ്റൂല്ലെങ്കിൽ ആക്കി തളർത്തിക്കളയും. പക്ഷേ ഇപ്പോഴുള്ള ജനറേഷനിൽ വരുന്ന അമ്മ, അതായത് നമ്മളിപ്പോൾ അമ്മ ആയിക്കഴിഞ്ഞാൽ നമ്മളെ മക്കളെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യും. കാരണം നമുക്ക് കിട്ടാത്ത സപ്പോർട്ട് നമ്മളെ മക്കൾക്ക് കിട്ടണം, അവർ ഓരോ കാര്യങ്ങൾ നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം പാരൻസ് ഇപ്പോൾ ഉണ്ട്. ഞാനൊക്കെ ആ ഒരു കൂട്ടത്തിൽ പെടുന്ന കേട്ടോ. എനിക്ക് ഡാൻസ് പഠിക്കാൻ പറ്റാത്തത് എൻ്റെ മോൾ ഡാൻസ് പഠിച്ചിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ മക്കളിൽ കൂടി ചെയ്തിട്ട് അവർ നേടിയെടുക്കുന്നത് കാണണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന കുറേ ആൾക്കാർ, അങ്ങനത്തെ കുറേ പാരൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത്, അഥവാ ഇനി സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമില്ല, ഓക്കെ, അവർക്ക് അതിനെ കൊണ്ട് പറ്റൂല എന്ന് വിചാരിച്ച് കഴിഞ്ഞാലും നിങ്ങളങ്ങനെ ചെയ്യല്ല. നിങ്ങൾ ചെറിയൊരു സപ്പോർട്ട് കൊടുത്ത് നോക്ക്. നീ അത് ചെയ്യും, നിന്നെക്കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അത് അവർക്കൊരു ഭയങ്കര ഒരു എന്താ പറയണ്ടേ, ഒരു എനർജി, ഒരു വിശ്വാസം, ഒരു ഊർജ്ജവും അങ്ങനെയൊക്കെയാണ് സംഭവം. അല്ല, ഇതിപ്പോൾ എന്താ സംഭവം, ഇപ്പോൾ നമ്മളൊരു ഇൻഡിപെൻഡൻറ്റ് വുമൺ ആണെങ്കിൽ, ഇപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ജോലിയും നമുക്കൊരു സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ നമുക്കൊന്നിൻ്റെ ആവശ്യമില്ല. പക്ഷെ നമ്മളൊരാൾ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ജീവിക്കുന്ന സമയത്ത് നമുക്കെപ്പോഴും ഒരു സപ്പോർട്ട് ആവശ്യമാണ്. അത് എനിക്കന്നേ പറയാനുള്ളൂ, നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു ജോലി നോക്കുക. ജോലി ഇല്ലാത്തവർ, പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ, നമുക്ക് സ്വന്തമായിട്ടൊരു ഇൻകം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലായിടത്തും ഒരു വിലയുണ്ടാകും. അതില്ലെങ്കിൽ നമുക്ക് ഒരു വാല്യൂ നമുക്ക് എവിടെയും കിട്ടൂല. അത് നിങ്ങൾക്ക് ഇപ്പം പലർക്കും മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും. മനസ്സിലാവാത്തവരോട് ഞാൻ പറയുന്നത്, പറ്റിയാൽ മാക്സിമം എത്രയും പെട്ടെന്ന് ഒരു ജോബ്, സ്വന്തമായിട്ടൊരു ജോബിൽ സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അത് വേണം. ഇന്നത്തെ കാലത്ത് എന്തായാലും അത് അത്യാവശ്യമാണ്. ഇപ്പോൾ നമുക്കൊരു ഡ്രസ്സ് വാങ്ങണമെങ്കിൽ, നമുക്കൊരു പൊട്ട് വാങ്ങണമെങ്കിൽ നമ്മൾ പൈസ മറ്റുള്ളവരോട് ചോദിക്കേണ്ട ഒരു അവസ്ഥ വരരുത്. അത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു മോശമായിട്ടുള്ളൊരു സംഭവമാണ് അത്.